ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് ഒരു അമേരിക്കൻ ഹീറോ ആണ്. ആ വണ്ടി നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം 2013 നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു റോ എക്സ്പ്രഷനിലും പവറിലും കിട്ടിയ ഒരു മോഡലാണ് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്നത്. ഹാർലി ഡേവിഡ്സൺ അയൺ 883. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു ക്രിസ് ഓൺ വീൽസ്. ഇതൊരു നിങ്ങളൊരു ഫുൾ ഫ്ലെഡ്ജ് റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സഫലീകരിച്ചതെന്ന പോലെ ഈ വണ്ടി എനിക്ക് കുറച്ച് ദൂരം ഒന്ന് ഓടിക്കാനും കയ്യിൽ വെക്കാനുമായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ആക്ച്വലി ഈ വണ്ടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ അർണോൾഡ് അണ്ണൻ്റെ കയ്യിലാണ്. ആ ഒരു വണ്ടിയിൽ ഒരു ഫാറ്റ് ബോയ് ആയിട്ടൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ദൈവമേ എന്നാണ് ഈ വണ്ടി ഇനി നമ്മുടെ നാട്ടിലേക്കൊന്ന് വരിക, നമുക്കൊന്ന് കാണാൻ പറ്റുക, നമുക്കൊന്ന് ഓടിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. ഇന്ന് നമ്മളത് സാധിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതൊരു എന്താ പറയുക, നമ്മളിത് ഓടിച്ചതിന് ശേഷം എനിക്കിതുണ്ടായ ഫീലും ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ, ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടറൊക്കെ നിങ്ങളൊന്ന് ഒരു പറഞ്ഞ് മനസ്സിലാക്കാനും, പിന്നെ ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ കസ്റ്റം ആയിട്ട് ഇതിൻ്റെ ഓണർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, എനിക്ക് ഓടിച്ചപ്പോൾ ഫീൽ ചെയ്തത് എന്താണോ അത് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെയാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ആദ്യമേ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ അതിൻ്റെ തന്നെ ഒരു ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് കസ്റ്റമർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, LED ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് യൂഷ്വലി ഇതിൻ്റെ ഒറിജിനൽ കസ്റ്റം എന്ന് പറയുന്നത് ഈ ഹാൻഡിൽ ബാർ ഇങ്ങനെയല്ല. ഇത് കുറച്ചൊരു കഫേ ടൈപ്പ് റേസറിൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ടൊരു ക്രൂസർ സ്റ്റാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂഷ്വലി ഈ വണ്ടിയിൽ വരുന്നത് നേരെ മിഡ് കൺട്രോൾസ് ആണ്. ഈ ഫുഡ് പെക്സിൻ്റെ നേരെയുള്ള മിഡ് കൺട്രോൾസ് ആണ്. ഇപ്പോൾ അതിന് പകരമായിട്ട് അത് ഫോർവേഡ് കൺട്രോൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി ഇരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കയറി ഇരിക്കുമ്പം ഒരു ക്രൂസർ സ്റ്റാൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കസ്റ്റം ആയിട്ടുള്ള സീറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും ഫോർ പിലിയൻ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫുഡ് പെക്സും നമുക്ക് അതിനകത്ത് വെക്കാവുന്നതാണ്. അത് ഓപ്ഷനിലാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കസ്റ്റം ചെയ്ത് എടുക്കത്തക്ക രീതിയിൽ അത്രയധികം കോമ്പാക്റ്റൻസ് ഉള്ള ഒരു ബൈക്കാണ് ഇത്. ആക്ച്വലി നമുക്ക് ടൺസ് ആൻഡ് ടൺസ് ഓഫ് കസ്റ്റമൈസേഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇത് മാനുഫാക്ചർ ചെയ്ത് ഒരുപാട് നാൾ പഴക്കമുള്ള ഒരു വണ്ടിയാണ്. അതിൻ്റെ ടെക്നോളജിയിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെയർ പാർട്സ് ആണെങ്കിൽ തന്നെയും ഇന്ത്യയിൽ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഷിപ്പ് ചെയ്ത് തന്നെ വരുത്താവുന്ന രീതിയിൽ അത്രയും എളുപ്പമുള്ള ഒരു മോഡലാണ് ഇത്, അയൺ 883. പിന്നെ ഇത് കസ്റ്റമറിൻ്റെ ഒരു ലൈക്കിങ്ങിനനുസരിച്ച് കുറേയൊക്കെ ഒരു ലുക്സിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ ഇതിനകത്ത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ECU മാപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വെറും ലുക്സിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഇതിനകത്ത് വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇത് യൂഷ്വലി ഇതിനകത്ത് വരുന്ന കുറച്ച് ക്ലോസ് പൈപ്പ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് സ്ക്രീമിംഗ് ഈഗിളിൻ്റെ കസ്റ്റം എക്സോസ്റ്റ് ആണ് ഇതിനകത്ത് മാറ്റിയിരിക്കുന്നത് രണ്ടും. പിന്നെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇതൊരു V-twin എഞ്ചിനാണ്. പഴയൊരു എഞ്ചിനാണ്, പഴയ ടെക്നോളജിയാണ്, പ്രോമിനൻ്റ് ആണ്, ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ടെക്നോളജിയാണ്. ഇത് കാണാൻ പോകുന്നത് അതിൻ്റെ ഫയറിംഗ് ഓർഡറും അത് ശബ്ദമൊക്കെ നല്ല രസമാണ് കേൾക്കാനായിട്ട്. ഫയർ ചെയ്ത് കഴിയുമ്പോൾ, എഞ്ചിൻ ഫയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ. സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ എയർ ഫിൽറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇതും ഒറിജിനൽ സ്റ്റോക്ക് സാധനം തന്നെയാണ്.
ഗൈസ്, അപ്പം ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ റഗ്ഡ് ഫീലാണ്. ആ റഗ്ഡ് ഡാർക്ക് ഗുഡ് ലുക്സ് ഉണ്ടല്ലോ ഈ വണ്ടി. ഇപ്പോൾ ഈ വണ്ടി ബ്ലാക്കാണ്. ഇതിൻ്റെ ആ ഒരു ലുക്ക് ഭയങ്കര ഇതാണ്. നമ്മൾ എവിടെ പോയാലും നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കും. ഒരു വലിയൊരു ഹെഡ് ടേണറാണ് ഇത് ആക്ച്വലി. എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഭയങ്കര ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ പോലെ നിർത്തുന്ന ഒരു ഫീലാണ് ഈ വണ്ടി നമുക്ക് ആദ്യത്തെ ഒരു ഇംപ്രഷനിൽ കൊണ്ടുവരുന്നത്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 883cc വളരെ ടോർക്കി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അപ്പം നമുക്ക് ത്രൂ ഔട്ട് ദ ബാൻഡ് ഇതിനകത്ത് നമുക്ക് പവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലഭിക്കും. അപ്പം നമ്മൾ വൺസ് അതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ കുറച്ച് അഡിക്റ്റീവാണ്. അപ്പം ആ ഒരു പവറും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ ഒരു ക്രൂസർ സ്റ്റാൻസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളൊരു സുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. നമ്മൾ ഭയങ്കര അഡിക്റ്റീവ് ആകുന്ന ഒരു ഫീലാണ് ഈ വണ്ടി പെട്ടെന്ന് തരുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ഭയങ്കര മേജർ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹാർലി ക്യാരക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലീനേജ് ഉണ്ടല്ലോ. അതെന്ന് പറയുമ്പം ഓരോ പ്രാവശ്യവും നമ്മൾ ഈ അഡിക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് ഈ വണ്ടി എടുത്ത് വീണ്ടും ഓടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമാണ് ആക്ച്വലി. അതാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയ ഏറ്റവും വലിയൊരു ഇത്. നമുക്ക് പറഞ്ഞാൽ ഓരോ വട്ടം ഇത് ഓടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മുടെ മുഖത്തൊരു ചിരി കൊണ്ടുവരും ഈ വണ്ടി. അത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡിലാണ് നമ്മളിത് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് യുണീക്ക്. നമ്മുടെ ഈ സാധാരണ എവിടെയും ഒരു വണ്ടി ഓൺ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലല്ല നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഗൈസ്. പിന്നെ ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ഈ ഹാർലിയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുകയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് വണ്ടിയെ സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുകയും അതിനുള്ളൊരു സൊല്യൂഷൻ പെട്ടെന്ന് വരികയും പിന്നെ ഇതേപോലെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും ഒരു റൈഡ് പോവുകയും കൂട്ടമായിട്ട് ചേർന്നുള്ള റൈഡ് പോകുന്നൊരിതുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ഇതിനെ സംബന്ധിച്ചൊരു വലിയ പോസിറ്റീവാണ്. വേറെ ഏതെങ്കിലും ഒരു വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയൊരു ഇത് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെയൊക്കെ ഫാമിലിയിൽ ഇപ്പം ആ ഒരു ട്രെൻഡ് വളരെ നാളായിട്ട് അത് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ ഹാർലിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര ഒരു യുണീക്ക് ഒരു നേച്ചറാണെന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇതിൻ്റെ അടുത്തൊരു വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു ഏബിൾ ലോങ് ഡിസ്റ്റൻസ് ക്രൂസറാണ്. നമുക്ക് ഒട്ടും ടയർസം അല്ലാതെ നമുക്കൊരു 80 km/h നമുക്കിങ്ങനെ ക്രൂസ് ചെയ്ത് പോവാം. ആയാസരഹിതമായിട്ടുള്ളൊരു നല്ലൊരു ക്രൂസിങ് മെഷീൻ തന്നെയാണ് ഇത് ആക്ച്വലി. നമുക്ക് ഒരുപാട് ദൂരം ക്രൂസ് ചെയ്ത് അതിന് വലിയൊരു പോസിറ്റീവാണ്. പിന്നെ വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ കസ്റ്റമൈസ് ചെയ്യാൻ എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ ആപ്റ്റ് പോയിൻറ്റിൽ തന്നെ നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈബ്രൻസ് ഉള്ളൊരു വണ്ടിയാണ് ഇത് ആക്ച്വലി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൺസ് ആൻഡ് ടൺസ് ഓഫ് കസ്റ്റമൈസേഷനും ആഫ്റ്റർ മാർക്കറ്റ് ഗൈസ്. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് വണ്ടി നല്ല ഹെവിയാണ്. അപ്പോൾ നമുക്കൊരു പാർക്കിംഗ് ലോട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒന്ന് ഉന്തിത്തള്ളി എടുക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ബട്ട് ഹേയ്, നമുക്കറിയാം വണ്ടി ഓൾറെഡി ഹെവിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുഡ് പെക്സ് ഞാൻ നേരത്തെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഫോർവേഡ് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗട്ടറിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലുകൾ മുമ്പിലോട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഗട്ടറിൽ വീഴുമ്പോൾ ഇമ്പാക്റ്റ് മുഴുവൻ താങ്ങുന്നത് നമ്മുടെ നടുവായിരിക്കും. അപ്പം അങ്ങനെ ഫോർവേഡ് സെറ്റായിട്ടുള്ളൊരു ഫുഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് ചേർന്നതല്ല. പോരാത്തതിന് ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ടോട്ടലി ബാഡായിട്ടുള്ളൊരു ഇതാണ്. അതിന് കുറച്ചുകൂടെ ബാക്ക്വേർഡായിട്ട് ഫുഡ് റെസ്റ്റ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റോഡ്സിന് കുറച്ചുകൂടെ മാച്ച് ആവുന്ന രീതിയിലായിരിക്കും അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ കോർണറിങ് അത്ര ഒരു എബിലിറ്റി തോന്നുന്നില്ല. കാര്യം 2-3 സ്ഥലത്ത് എനിക്ക് ഈ വണ്ടി നന്നായിട്ട് അണ്ടർ സ്റ്റിയർ ചെയ്യുന്ന പോലെ തോന്നി. 19-inch ടയേഴ്സാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. സോ വിച്ച് മീൻസ് അത്രയും വീതിയുള്ള ടയറായിട്ടും കോർണറിങ് അത്ര പ്രോപ്പർ ആവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ പോകാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ഇനിഷ്യൽ ടോർക്കും ഒക്കെ നല്ല എഫക്റ്റീവാണ്. പിന്നെ ഒരു ബാഡായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ്സ് കുറച്ച് ക്ലങ്കിയാണ്. വളരെ ഈസി ആയിട്ട് വീഴത്തില്ല. ഒരുപാട് കട്ടിയുണ്ടെന്നുള്ളതിൽ ഒരു ഇടിച്ചു കുത്തി വീഴുന്ന പോലെയാണ് ബേസിക്കലി. പക്ഷേ അത് പൊതുവേ ഹാർലികൾക്കുള്ളൊരു രീതിയാണ്. നമ്മൾ യൂസ് ടു ആവേണ്ട ഒരു ആവശ്യമുണ്ട്. അത് 2-3 വട്ടം അതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഓക്കെ ആവും. പിന്നെ അതിനോട് യൂസ് ടു ആയി കഴിയുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ ഒരു മേജർ 2 നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ ബ്രേക്സിന് അത്ര ബൈറ്റ് പോരാ.
പിന്നെ ഈ പ്രൈസിന് ഇപ്പോഴും ABS-ഉം ഇല്ല. പിന്നെ അത് പോരാഞ്ഞിട്ട് ഇത് വളരെ ഓൾഡ് ടെക് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എൻജിനകത്ത്. അപ്പം ഈ പ്രൈസിന് ശരിക്കും പറഞ്ഞ് ഇത് രണ്ടും ഇല്ലാത്തത് ഒരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ വൈബ്രേഷൻസ് ഓബ്വിയസ്ലി ഉണ്ട്, പക്ഷേ അതിന് വേണം എന്നുള്ളതാണ്. അത് എൻജോയ് ചെയ്ത് ഓടിക്കാനായിട്ട് അങ്ങനെ ഒരു വൈബ്രേഷൻ ഇതിന് വേണം എന്ന് പറയുമ്പോൾ ഭയങ്കര അനോയിങ് ആയിട്ടുള്ളൊരു വൈബ്രേഷൻ അല്ല, ബട്ട് വൈബ്രേഷൻ ഉണ്ട്. ബട്ട് ഹാർലീസ് ആണ് അങ്ങനെയാണ്. അപ്പം ഈ വണ്ടിയെക്കുറിച്ച് ബേസിക്കലി ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം ഗൈസ്, ഇപ്പം ഇത്രയാണ് ഈ വണ്ടിയെക്കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.